ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെ വീണ്ടും ഒരു റമളാൻ മാസം തുടങ്ങിയില്ലേ. അപ്പോൾ ഇന്നലെ മുതൽ നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ മുതൽ ഇപ്പോൾ ഇന്ന് രണ്ടാമത്തെ നോമ്പാണ്. വലിയ ക്ഷീണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ രാവിലെ പൊലച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ പതിവുള്ള കാര്യമൊന്നുമല്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണ്ടേ എന്നുള്ള ആ ഒരു മടി കൊണ്ട് കേട്ടോ. അതുകൊണ്ട് രാത്രി കഴിച്ചിട്ടുള്ള ആ ഭക്ഷണത്തോടു കൂടി തന്നെ നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വൈകുന്നേരം വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ സ്വതവേ ഉണ്ടാവല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഹൈക്കുട്ടിക്ക് മാത്രമാണ് സ്കൂളിൽ പോകാനുള്ളത്. ചിക്കുന് എക്സാം ആയതുകൊണ്ട് ഇടവിട്ട് നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ മുറ്റമൊക്കെ അടിച്ചു തരാണ്. റോഡിൻ്റെ അവിടെ ഫുള്ള് മാന്തിയിട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തുള്ള ചെടികളൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്ന് ഗാർഡൻ രണ്ടാമത് റീസെറ്റ് ചെയ്യണം കേട്ടോ. മുറ്റമൊക്കെ അടിച്ചു വരെ ശേഷം വേഗം ഫ്രഷ് വെച്ചിട്ടോ റിജുവേട്ടന് വേണ്ടിയിട്ട് റിജുവേട്ടൻ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നല്ലേ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മഷ്റൂം ബോട്ടിലിൻ്റെ ലിങ്ക് കേട്ടോ. ഇപ്പോൾ ആമസോണിൽ അൺഅവൈലബിൾ ആയിട്ട് കുറേ കാലമായി. അതുകൊണ്ടാണ് ഞാൻ ലിങ്ക് തരാത്തത്. അല്ലാത്ത ജാട ഉണ്ടോ എന്നല്ല കേട്ടോ. പല ആൾക്കാർ വിചാരിക്കും ജാട കൊണ്ടാണ് ഞാൻ തരാത്തത്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങളും അങ്ങനെ തന്നെ നല്ല നല്ല പ്രൊഡക്റ്റ് വാങ്ങി വെക്കുന്നതിന് എനിക്കെന്ത് ബുദ്ധിമുട്ട്. അപ്പോൾ ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ ഫേസ്ബുക്കിൽ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കറിയാം നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് സ്ഥിരമായിട്ടുണ്ടാവലുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമ്മളെ യൂട്യൂബ് ചാനലിലും ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട് കേട്ടോ. നമ്മളെല്ലാ അപ്ഡേറ്റും കൃത്യമായിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഈ ഒരു പതിവ് ഞങ്ങൾക്കുള്ളതാണ് കേട്ടോ. സാധാരണ ഗാർഡനിലാണ് ഇരിക്കില്ല. അപ്പോൾ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടി ഉണ്ടായതുകൊണ്ട് മാറ്റിയിട്ട് ഞങ്ങൾ കൊലായിൽ ഇരിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഹായ്ക്കുട്ടിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ദിവസമായിട്ട് പുട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അജ്മീൻ്റെ പുട്ടുപൊടി വാങ്ങിയിട്ട് എന്നിട്ട് അതൊന്ന് കുതിർത്തി വെക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ നാടൻ പൊടിയില്ലേ, പച്ചരിയൊക്കെ കുതിർത്തി പൊടിച്ച് വീട്ടിലുണ്ടാക്കി വറുത്തെടുക്കുന്ന അതാട്ടോ ഇഷ്ടം. കുറേ ആയി വിചാരിക്കുന്നത് അങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ നമ്മളെ ഈ ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് എന്തായാലും അടുത്ത ദിവസം തന്നെ ഉണ്ടാക്കി കഴിക്കണം എന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹായ്ക്കുട്ടിക്കും ചിക്കുനും വേണ്ടിയിട്ട് ഓരോരോ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാനിതാ പൊടി കുതിർത്തി വെച്ചിട്ടുള്ളത്. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന പല ആൾക്കാരും ചേച്ചി എങ്ങനെയാണ് ഇത്രയും ചോറും അതായത് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വേസ്റ്റ് ആവാത്ത രീതിയിൽ ചെയ്യുന്നത്. അത് പണ്ട് മുതലേ അങ്ങനെയാണ് കേട്ടോ. അതിപ്പോഴും ഒരു മാറ്റമില്ല. ഒരു കൈക്കണക്കാണ്. ആ കൈക്കണക്ക് കൃത്യമായിട്ടുണ്ടാവും. കാരണം ഭക്ഷണം വേസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ വേണ്ടി പറ്റാത്തൊരു കാര്യം കേട്ടോ. കുറഞ്ഞാലും കുഴപ്പമില്ല, അധികം ആവരുത്. അത് ഒരു നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് പുട്ടും കൂടി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഹായ്ക്കുട്ടിയൊക്കെ കുടിച്ചൊരുങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹായ്ക്കുട്ടിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ ഞാൻ മാറ്റി വെച്ചതാണ്. കണ്ടില്ല, കണക്കാക്കിയിട്ടുള്ള പൊടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതും അടുപ്പത്തേക്ക് വെച്ചിട്ട് ഹായ്ക്കുട്ടിക്ക് ഞാൻ വാരി കൊടുത്തിട്ടോ. പുട്ടാകുന്ന സമയത്ത് ഞാൻ കൂടുതലും വാരി കൊടുക്കലാണ് പതിവ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം.